ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്തൊരു വിസ്മയ കേസും കൂടെ. വിഷ്ണുജ. എന്താണ് ഈ ലോകം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു പിടിയുമില്ല. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെയില്ലേ, കല്യാണത്തിന് എത്ര നല്ല സുന്ദരിയായിട്ടാണ്, എത്രമാത്രം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടാണ് ആ കല്യാണത്തിന് ഒരുങ്ങിയിട്ടുണ്ടാവുക. നല്ലൊരു ജീവിതം കിട്ടി എന്നൊരാശ്വാസത്തിലായിരിക്കും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ. പെട്ടെന്ന് മകളുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം നിറമില്ലെന്ന് പറഞ്ഞ്, വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞ്, സ്ത്രീധനം കുറവെന്ന് പറഞ്ഞ് എപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്ത്രീധനമില്ല, സ്ത്രീധനം കൂടുതൽ കൊടുക്കണം. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് കുറ്റകൃത്യമാണെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും സ്ത്രീധനം എന്ന് പറയും. സ്ത്രീ തന്നെ ഒരു ധനമാണ്. അതിനെയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ പൈസ കൊടുത്ത് ഒരു കാർ മേടിക്കുക, അല്ലെങ്കിൽ ഒരു വീട് കൊടുക്കുക, അങ്ങനെയൊന്നും അല്ല സ്ത്രീധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ധനം എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ടല്ലോ, സ്ത്രീയാണ് ധനം, സ്ത്രീധനം. അതിൻ്റെ പേരിൽ എനിക്ക് വയ്യ, എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ കുഞ്ഞ് ഇതേപോലെ വളർന്നു വരുവാണ്. അവൾക്കും ഇതേപോലെ ഒരവസ്ഥ വരുമോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭയങ്കര പേടിയാവുന്നു. എന്താ ചെയ്യുക? ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ പറയാം, ആ പെൺകുട്ടി എത്ര മനോഹരമായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. എത്ര ആഗ്രഹങ്ങളും എത്ര സ്വപ്നങ്ങളും കൊണ്ടാണ് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് ആ കുട്ടി വന്നത്. ആ കുട്ടി മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ഒരു പുതിയൊരു ജീവിതമാണ്, ഒരു പുതിയ ജീവിതം. അത് നമ്മൾ ഇത്രയും കാലം അച്ഛനും അമ്മേൻ്റെ കൂടെ ജീവിച്ചതുപോലെയല്ല. പുതിയൊരു ജീവിതമാണ് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ കുറഞ്ഞ കാലം വരെ ആ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീധനത്തിൻ്റെ പേരിൽ, നിറമില്ലായ്മയുടെ പേരിൽ, വിദ്യാഭ്യാസമില്ലായ്മയുടെ പേരിൽ. ഈ പറയുന്ന ആൾക്കാരോ വലിയ വിദ്യാഭ്യാസവും സൗന്ദര്യവും അതേപോലെ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണോ? എനിക്കറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. സ്ത്രീകൾ ഇത്രയും മാത്രം ഇതാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ സന്തോഷം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ലേ? എത്ര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ടായിരിക്കും ആ കൊച്ച് ആ കല്യാണത്തിന് ഒരുങ്ങിയിട്ടുണ്ടാവുക. ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം സങ്കടം ഉണ്ടാവും അല്ലേ? എത്രമാത്രം സങ്കടത്തിലായിരിക്കും ആ കൊച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ള കേസുകൾ ഇനി വരാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ എന്താ പറയുക, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ ഗൈസ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതിൽ കൂടുതൽ ഞാനിപ്പോൾ എന്ത് പറയാനാണ്? എന്ത് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? ഞാനിപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും ആ കൊച്ചിന് തിരിച്ചു വരാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ളവനെയൊക്കെ നിയമത്തിൽ കൊണ്ടുവരണം. ഒരു നല്ലൊരു ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. താങ്ക് യു.